അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്നത് സൗദിയിലെ പ്രവാസികളോട് മറ്റൊരു കാര്യം കൂടിയിട്ടോ. സൗദി അറേബ്യയിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് എക്സാം എക്സ്പയർ ആയിട്ട് നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാകും. പല കൊലത്തിൽ. ചിലപ്പോൾ എംബസി മുഖേനായിരിക്കാം, ചിലപ്പോൾ മറ്റു വിധത്തിൽ എക്സിറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കാം, അതേപോലെ ഉറൂബായിട്ട് നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കാം. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എക്സിറ്റ് അടിക്കാൻ മുമ്പ് നോക്കുക, ട്രാഫിക് പെനാൽറ്റി അവിടെ പേര് ഫൈൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. 100 റിയാൽ പോലും ഫൈൻ ഉണ്ടെങ്കിലും എക്സിറ്റ് റിജക്റ്റ് ആവും. നിങ്ങൾ എംബസിയിലൊക്കെ രജിസ്റ്റർ ചെയ്തു, അവസാനം എക്സിറ്റ് അടിക്കുന്ന സാഹചര്യം എത്തുമ്പോൾ സമയത്തേക്ക് അവിടുന്ന് റിജക്റ്റ് ആവും. കാരണം നിങ്ങൾക്ക് 100 റിയാൽ ഒക്കെ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫൈൻ ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ എംബസിയിലൊക്കെ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ മറ്റ് പുറത്ത് നിന്ന് എക്സിറ്റ് അടിക്കാനോ മറ്റോ കൊടുക്കുമ്പോഴും ഉറൂബായാലും ഇക്കാം എക്സ്പയർ ആയാലും അത് ഉറപ്പ് വരുത്തുക. കേസോ ഉണ്ടോ എന്ന് നോക്കണം, ഫൈൻ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ നിങ്ങളുടെ പേരിൽ വണ്ടി ഉണ്ടോ നോക്കണം. ഓതറൈസേഷൻ എഴുതിയ വണ്ടികൾ അല്ലെങ്കിൽ സ്വന്തം പേരിൽ വണ്ടി. ചിലപ്പോൾ ഒരു 15-20 വർഷം മുമ്പൊക്കെ നിങ്ങളുടെ പേരിൽ വണ്ടി ഉണ്ടാവും. ആ വണ്ടി നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അത് വണ്ടിയൊക്കെ അവിടെ കേടുവന്ന് നിങ്ങൾ അത് പൊളിച്ച് ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നാലും നിങ്ങളുടെ പേരിൽ നിന്ന് വണ്ടി പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് കിട്ടില്ല, ഉറൂബായാലും ഇക്കാം എക്സ്പയർ ആയാലും. അപ്പോൾ നിങ്ങൾ ഉറൂബായാലും ഇക്കാം എക്സ്പയർ ആയാലും എക്സിറ്റ് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ പേരിൽ ട്രാഫിക് പെനാൽറ്റി ഉണ്ടോ, കേസ് ഉണ്ടോ, വണ്ടി ഉണ്ടോ എന്നൊക്കെ. അതിന് ശേഷം മാത്രം നിങ്ങൾ എക്സിറ്റ് അടിക്കാൻ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ റിജക്റ്റ് ആവും. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.